ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയിച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നു ചക്കപ്പഴത്തിൻ്റെ ഒക്കെ. അപ്പം ഗീതേച്ച് പറയാം, വിജയേ കൈയൂടെ തിന്നല്ലേ, കൈ വേണമെന്ന്. സത്യം, നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ ആ ചവണിയോ ഇച്ചിരി ഒരു കുഞ്ഞു പീസ് പോയതോ ഒന്നും നമ്മൾ നോക്കത്തേ ഇല്ല. എടുത്ത് മീൻസ് ഉണ്ടല്ലോ, ഇനി ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത. ഇതാകുമ്പം നമ്മൾ അതിൻ്റെ ചവണിക്കൂടെ വില കൊടുത്ത് വാങ്ങിച്ചില്ല. അപ്പം ബെൻസി എന്നോട് പറഞ്ഞായിരുന്നു, ശരിയായിരുന്നു, അങ്ങനെ അത്രയും ബുദ്ധി എനിക്ക് അങ്ങോട്ട് പോയില്ല. ആ വാലുവശം വാങ്ങിക്കാതെ അല്ലാത്ത സൈഡ് കണ്ടിച്ച് വാങ്ങി. വാലുവശം ആയതുകൊണ്ടാണ് ആ മൂടുവശത്തൊന്നും ചുളയൊന്നും അങ്ങനെ അധികമില്ല. അപ്പം അത്ര എനിക്കങ്ങോട്ട് ചിന്തിച്ചില്ല. അവിടെ ഇങ്ങനെ ഈ ഒരു പീസ് അവർ മുറിച്ച് വെച്ചത് കൊണ്ട് അതിൽ നിന്ന് നമ്മൾ മുറിച്ച് വാങ്ങിച്ചതാണ്. ഇനി ബാക്കി വീഡിയോ ഉണ്ട് അതിൻ്റെ. നാട്ടുമാങ്ങയൊക്കെ ഇവിടെ റേച്ച മാത്രമേ ഉള്ളൂ കഴിക്കാൻ. ഞാൻ റേച്ചാൻ അതിനോടൊന്നും അത്ര താല്പര്യം. പിള്ളേരും നല്ലതായിരുന്നു. അവർക്ക് ഉറിഞ്ചാൻ അറിയത് ആദ്യമായിട്ടുള്ള സംഭവം. അവന്മാർ നാട്ടുമാങ്ങ ഉറിഞ്ചിപ്പിച്ച്. ഞാനെടുത്ത് പറഞ്ഞു ഇത്തിരി പുളിയായിരുന്നു. അവർക്കൊക്കെ പിറ്റേ ദിവസം മണമാ സഹിക്കാൻ പറ്റാത്തതിന്. ദൈവമേ, വീട് മൊത്തം മണമായിരുന്നു നാട്ടുമാങ്ങയുടെ. പണ്ട് എൻ്റെ അമ്മ വീട്ടിൽ പോന്നി ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരു നാട്ടുമാങ്ങ മാവുണ്ടായിരുന്നു. പക്ഷെ ആ നാട്ടുമാങ്ങ എന്ന് പറയുന്നത് ഇങ്ങനെ പച്ചക്കളറല്ല, ഒരു സൈസ് ഉണങ്ങിയ കരിയിലയുടെയൊക്കെ കളർ. അന്നേരം മാങ്ങ ഏതാ കരിയില ഏതാന്ന് നമുക്കറിയത്തില്ല. അതും നല്ല മധുര. നേരം വെളുത്ത് നമ്മൾ പോയി നോക്കുക. പക്ഷേ വവ്വാലൊക്കെ ചപ്പിയായിരിക്കും ഇടുന്നത്. അങ്ങനെ ഞാൻ കഴിച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊന്നും ഇല്ലായിരുന്നു. പിന്നെന്താ, പിന്നെ ഇന്നത്തെ വീഡിയോ കാണുക. ഇന്നത്തെ പെട്ടെന്ന് ഞാനൊരു ഫ്രൈഡ് റൈസ് പോലുള്ള ഒരെണ്ണം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് വയ്യാതിരുന്ന സമയത്തൊക്കെ എടുത്ത വീഡിയോയാണ്. അത് ഞാൻ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ടിങ്ങൊക്കെ ഉള്ളത് കൊണ്ട് അതിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒന്ന് കാണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അപ്പോൾ അനുവിൻ്റെ കാര്യം ഒരു വല്ലാത്ത അനുവിൻ്റെ കാര്യമേ ഒരു സങ്കടം പിടിച്ച കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവളൊരാളെ ഇവിടെ ഏർപ്പാടാക്കിയല്ലേ, അവർ വന്നില്ലെന്ന് പറയാൻ അവളല്ലേ പൈസ, ഞാൻ അവിടെയിലാണ് പൈസ കൊടുക്കുന്നത്, അവർക്ക് പൈസ കൊടുക്കുന്നത്. അപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ ആൻറ്റി ഒരു 3-4 ദിവസം കൂടെ എങ്ങനെയും ഒരു 20-ാം തീയതി വരെ ആൻറ്റി ഒന്ന് നിൽക്കുക, ക്ഷമിക്കുക, ഞാനിവിടെ ജോലിക്ക് വന്ന് അത് കഴിഞ്ഞ് ഞാൻ അവിടെ വരാം, ഞാൻ എല്ലായിടത്തും പോകുന്നില്ല, ആൻറ്റിയുടെ അവിടെയും വേറെ ചെറുത്. ഞാൻ അന്നേരം വീണ്ടും വോയിസ് മെസ്സേജ് എനിക്കിട്ടെ. അപ്പം ഞാൻ വോയിസ് മെസ്സേജ് ഇട്ട് വീണ്ടും ചോദിച്ചു, എന്തോ നീ പറഞ്ഞത്, നീ ജോലിക്ക് പോയി തുടങ്ങിയതാണെന്ന് പറഞ്ഞത്. എത്ര 30-ാം തീയതി ഡെലിവറി ആയത്, 15 ദിവസം കണ്ടായതേ ഉള്ളൂ എൻ്റെ ദൈവമേ. ഓരോരുത്തരുടെ തലേവരെ. അപ്പം ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ, ആൻറ്റി ഇവിടെ സൊസൈറ്റിയിൽ നിന്ന് ആൾക്കാർ വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞു, ശരിക്ക് ജോലി നടത്തുന്നില്ല. അവിടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവൻ 3-4 ദിവസം നല്ല ഇതായിട്ട് ജോലി ചെയ്ത് പിന്നെ അവൻ വരാതായി. അങ്ങനെയൊക്കെയായി. അങ്ങനെ സങ്കടം വരും. അവളിപ്പം ജോലി ചെയ്യേണ്ട സമയം, അവൾ റെസ്റ്റ് എടുക്കും. ഞാൻ റെഡി, ഒരു ദിവസം റെസ്റ്റ് കിട്ടിയാൽ അത്രയും നല്ലതാണ്. അതാണ്ട് ഞാനും സ്റ്റാർട്ടിങ് എനിക്കറിയത്തില്ലായിരുന്നു. ആദ്യത്തെ ഡെലിവറിക്ക് നാട്ടിൽ പോകാൻ എനിക്ക് പറ്റിയില്ല. കാരണം എൻ്റെ പപ്പ വയ്യാതെ കിടക്കുമായതുകൊണ്ട് അമ്മയ്ക്ക് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ നോക്കാൻ പറ്റാത്തത്. പപ്പ ഇങ്ങനെ ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ പപ്പായെ നോക്കണം. അതുകൊണ്ട് ഞാൻ ബെൻസിയുടെ അടുത്തായിരുന്നു. അപ്പോൾ അന്നൊന്നും നമുക്കും അറിയത്തില്ല. പറഞ്ഞെല്ലാവരും തരുമെങ്കിൽ നമ്മൾ എന്തിക്കോ നമുക്കാവുമല്ലോ എന്ന് പറഞ്ഞ അതിൻ്റെയാണ് ഞാനിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ അവിടുത്തെ പറഞ്ഞു, നീ റെസ്റ്റ് എടുക്കണം, കുറച്ച് ദിവസമെങ്കിലും കിട്ടുന്നതല്ലേ, നീ ഒന്ന് ചെയ്യ്. അന്നേരം അവളോട് എന്തോ ചെയ്യാൻ ആൻറ്റി, എൻ്റെ ഉള്ള ജോലിയും കൂടെ പോവും, അവന് മനസ്സാക്ഷിയില്ല, അവൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എന്തോ ചെയ്യാൻ, എന്തോ കഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഇവിടെ വന്ന് അവരോട് ഞാൻ ചോദിച്ചു, അവളിങ്ങനെ ഞാൻ ഇന്നും കണ്ടവള, ഇന്നും അവിടെ വന്ന് അവൻ ഒരു പ്രാന്തനാ, അവൻ 2 ദിവസം വരും, 3 ദിവസം വരത്തില്ല, അങ്ങനെയൊക്കെയാണ്, എന്തോ ചെയ്യാനാ, അവൾക്ക് 2 കൊച്ചുങ്ങളുണ്ടായിരുന്നു, ഇതുകൂടെ വേണ്ടായിരുന്നു, അവൾ പറഞ്ഞാവുന്നേ. അങ്ങനെ ഓരോരുത്തരുടെ തലയെ വരെ നോക്കണം. ആ പെണ്ണിന് ഒരു സമാധാനവും ഇല്ല. അവളുടെ മിടുക്കുകൊണ്ട് അവൾ ജീവിച്ചു പോകുക എന്തോ ചെയ്യാനാ, എന്തുവാടാ അവരവസ്ഥ തന്നെ. ഇങ്ങനെ വന്നില്ല. ഞാൻ പറഞ്ഞെടി, നീ എങ്ങനെയും ഒരു മാസം അങ്ങ് റെസ്റ്റ് എടുക്കും. എവിടെ റെസ്റ്റ് എടുക്കാനാ, കഷ്ടം തന്നെ. ഇപ്പോൾ രാവിലെ ചായയൊക്കെ റെഡിയായി. അവിടെ ഒരാൾ ഭയങ്കര പാട്ടായിരുന്നു, അതാ ഞാനൊന്ന് അനങ്ങാതെ നിന്നേ. ഇടയ്ക്കിടയ്ക്കേ പാടുന്നുള്ളൂ, ആളറിയുന്നില്ല. ഷേവിങ് ചെയ്യുക, അപ്പം അതാ പാട്ട് പാടുന്നത്. ഈ ചായ ഒന്ന് ആറ്റിച്ചെടുക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് മാഗി ഉണ്ടാക്കിയേ, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. മാഗി ആകുമ്പം പിന്നെ അവർക്കും സന്തോഷം, എനിക്കും വയ്യായിരിക്കുമായിരുന്നല്ലേ. അപ്പം ഞാൻ ഇന്നങ്ങ് മാഗിയിലാക്കാമെന്ന് വെച്ച്.
ഞാൻ ഇന്നലത്തെ ഇച്ചിരി ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഈ പീനട്ട് തേച്ച് ഞാനത് കഴിച്ചു. ഞാൻ ഇന്നലെ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പോൾ രാവിലെ വന്നങ്ങ് വെണ്ടയ്ക്ക അടപ്പത്ത് വെച്ചായിരുന്നു. അതൊക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അങ്ങ് അപ്പം ഇതിലിത്തിരി സമയം എടുക്കുമല്ലേ, അപ്പം അതങ്ങ് റെഡിയാക്കിയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇനിയും അടുത്ത പരിപാടി ഇനിയും ചെയ്യാൻ തുടങ്ങാം. ഉച്ചക്കത്തിന് ചപ്പാത്തിക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയായി. പിന്നെ ഞാൻ പയർ അരിഞ്ഞായിരുന്നു. പയർ കൂടെ ഒന്ന് തോരൻ വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിക്കനും കൊണ്ട് അതുണ്ടാക്കുന്നത്, അത് പിന്നെ വൈകിട്ടത്തേക്കിന് എല്ലാവർക്കും മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ അത് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ അത് ചെയ്യാനായിട്ടല്ല ഇന്ന് ഇരുന്നത്. എന്നാൽ ചോറ് വെക്കാമെന്ന് പറഞ്ഞാൽ ഇരുന്നേ. അപ്പം ഞാൻ നോക്കിയുടനെ പിന്നെ ഇവർക്ക് പിന്നെ തോരനും വെച്ച് പിന്നെ ഇനിയും ഒരു മോരൂടെ വെക്കണമെന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ ഞാൻ എന്ത് ചെന്നാൽ കുറച്ച് ബോൺലെസ് ചിക്കൻ ഉണ്ടായിരുന്നു, അതങ്ങ് ചെയ്യാമെന്ന് വെച്ചു. അതാകുമ്പം പിന്നെ എല്ലാവരും സന്തോഷം. അതുകൊണ്ട് ഈ പയർ ഞാൻ പിന്നെ എടുത്തന്ന് അങ്ങ് വെച്ചേക്കാമെന്ന് വെച്ച്. ഈ ഫ്രൈഡ് റൈസ് ഞാൻ ഇന്നലെ ഉണ്ടാക്കാമെന്നും പറഞ്ഞാൽ ഇരുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ആ മസാല അങ്ങ് ചിക്കൻ അരിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇത്തിരി ഒരു മസാലയൊക്കെ പുരട്ടി ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെച്ച്. അതാ ഇന്നെടുത്തത്. അതുകൊണ്ട് ഇന്ന് ആ മസാല പുരട്ടിയത് ആ വീഡിയോ ഞാൻ എടുത്തത് ഞാൻ വേറെ വീഡിയോകളിൽ ഡിലീറ്റ് ചെയ്തോണ്ടേ അതുകൂടെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് മസാല പുരട്ടി വെച്ചത്. അപ്പോൾ ഞാൻ ആ ചിക്കൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് ഇച്ചിരി കോൺഫ്ലോറും സ്വല്പം കടലമാവും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പൂടെ ചേർത്ത് ഇന്നലെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതിപ്പോൾ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കാം. ഇന്നാൾ ഞാൻ കാണിച്ചില്ലേ അതുപോലെ. ഞാൻ ഈ ഉരുളിയായിരുന്നു എടുത്തത്. ഉരുളിയിൽ ഇച്ചിരി ആയപ്പോഴത്തേക്കിന് ഇനിയും ഇതിൻ്റെ അകത്ത് ഈ മസാലയ്ക്കകത്ത് ഞാൻ ഈ ചിക്കനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തായിരുന്നു. എന്തോ ഇച്ചിരി നേരം നോക്കണേ ഈ ഉരുളിക്കകത്തൊന്ന് അടുക്കി പിടിക്കുന്ന പോലെ തോന്നി. പിന്നെ ഞാൻ അതിൽ നിന്ന് എണ്ണയൊക്കെ എടുത്ത് ചീനച്ചട്ടി ഈ ഫ്രൈങ് പാനിൻ്റെ അകത്ത് ആക്കിയിട്ട് അതിൻ്റെ അകത്താണ് പിന്നെ വറുത്തെടുത്തത്. ഈ ഉരുളിക്കകത്ത് ഇങ്ങനെ ആയതുകൊണ്ട് അതിൽ നിന്ന് എണ്ണ എടുത്ത് അതിൻ്റെ അകത്താക്കി. അപ്പോൾ അതിലാവുമ്പോൾ ഇങ്ങനെ അടിക്കൊന്നും പിടിക്കുന്നില്ല. ഞാൻ 1-2 പ്രാവശ്യം കൊണ്ട് അതൊന്ന് വറുത്തെടുത്ത് ചിക്കൻ. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സവാളയൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പം ഞാനിതിൽ കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ് ഇതൊക്കെ ഒന്ന് അതൊക്കെ ചേർക്കുമ്പം ഇപ്പം ഇവിടെ ക്യാരറ്റൊക്കെ കഴിക്കാത്തവരാണേലും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ അങ്ങ് കഴിക്കും. അപ്പം ഞാൻ ഒരു ഏലക്ക ഇത്തിരി നേരത്തെ ഇടേണ്ടിയാകും, എന്നിട്ട് ഉള്ളി ഇട്ടാൽ മതിയായിരുന്നു. ഏലക്ക ഇവിടെ ഇടുന്നത് പോളിന് അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഏലക്ക ഇട്ടു. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ബേ ലീഫ് കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇച്ചിരി ഒന്ന് പൊട്ടിയിട്ട് നമുക്ക് ഉള്ളി ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ഉള്ളി ആദ്യം അങ്ങ് ഇട്ടുപോയി. അപ്പോൾ ഏലക്കയൊക്കെ ഒന്ന് പൊട്ടി അതൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ എണ്ണയ്ക്കകത്ത് നമ്മൾ ആദ്യം ചിക്കൻ ഇട്ട് ഇച്ചിരി ഒന്ന് വറുത്തത് കൊണ്ട് ആ മുളക് പൊടിയൊക്കെ അതിലായതുകൊണ്ട് സവാള നല്ലൊരു കളറ് പോലായി വരുന്നുണ്ട്, ചുമന്ന കളറ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 5-6 വെളുത്തുള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞത് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇഞ്ചി പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ടല്ലേ അതും ഇതിൽ ചേർക്കുമേ. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേരുന്നുണ്ടേ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഇഞ്ചി പേസ്റ്റ് ഒരു കഷ്ണം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടയും ചിക്കി ചേർക്കാം. ഞാൻ മുട്ട ചേർത്തില്ല, ഈ ചിക്കൻ മാത്രമേ ചേർത്തുള്ളൂ. എന്നിട്ട് ഇച്ചിരി ഉപ്പൂടി ഇട്ടിട്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വാട്ടിയെടുക്കാം. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വേറൊരു കൂട്ടാൻ വേണ്ട, പക്ഷേ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇങ്ങനെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ. ഒരു ചിക്കൻ ഒരു 400 ഗ്രാമുണ്ട്. ഞാനൊരു 3/4 കിലോ അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി പൊടികളൂടെ വീണ്ടും ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഒരു 1 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്തു, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത്. പിന്നെ ഞാൻ ഇച്ചിരി ബിരിയാണി മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി, ഒരു 3/4 ടേബിൾ സ്പൂണോളം.
അപ്പോൾ അതൊക്കെ ചേർക്കുന്നുണ്ടേ. അതുകൊണ്ട് ഇത്രയും ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. അതൊക്കെ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടി അത് താല്പര്യമുള്ളവർ ചേർത്താൽ മതി, അല്ലാത്തവർ ചേർക്കണ്ട. അപ്പോൾ ഞാൻ എവറസ്റ്റിൻ്റെ ബിരിയാണി മസാല ഇതാ ചേർത്തേക്കുന്നത്. എന്നിട്ട് അരി കഴുകി അതിൻ്റെ അകത്തോട്ടിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ചേർക്കുന്നുണ്ടേ. ഇവിടെ പിന്നെ ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ പിന്നെ പ്രൈസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പക്ഷേ അത്ര ഇഷ്ടം, എനിക്ക് നമ്മുടെ ഈ ചുമന്നേരിയ ഇഷ്ടം. അത് കഴിഞ്ഞിട്ടേ ഇതിനൊക്കെ സ്ഥാനമുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും നമ്മുടെ ചോറിനോടുള്ള ഉപ്പുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളച്ച് വരട്ടെ. ഇതിൻ്റെ അകത്ത് ഇലയും പട്ടയൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ എടുത്തങ്ങ് മാറ്റുവേ. കാരണം അത് കഴിക്കാൻ എടുക്കുന്നുണ്ടേ അത് ഇടയ്ക്ക് വരുവാണെങ്കിൽ ഇവിടെ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ളവർ കാരണം അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് കൊടുക്കാം, ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഞാൻ കുറച്ച് നേരം അടച്ചിട്ടൊന്ന് തിളപ്പിച്ചു. വെള്ളമൊക്കെ വറ്റി അടിയിലൊരിച്ചിരി വെള്ളം കിടപ്പുണ്ട്. ഇനി ഞാൻ തീ ഏറ്റവും കുറച്ചിട്ട് ഇത് അടച്ച് കുറച്ച് നേരം ഒന്ന് ഇടാൻ പോവാം. ഒരു 5-10 മിനിറ്റ് ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിൽ അവിടെ കിടന്നിരുന്നാൽ മതി. ഇത് നല്ല ഇൻഡാലിയത്തിൻ്റെ പാത്രം ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. അല്ലാത്ത കട്ടി കുറഞ്ഞ പാത്രമാണെങ്കിൽ അതനുസരിച്ച് തീ അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇച്ചിരി നേരം കഴിഞ്ഞാണ് താണ്ട് അടിയിലത്തെ വെള്ളം എല്ലാം വറ്റി. ഇനി ഞാനിതൊന്ന് ഇളക്കിയിട്ട് തീ ഓഫാക്കി ഇടും. അപ്പം കുറച്ചുകൂടി ഇതൊന്ന് നന്നായിട്ട് വെന്ത് കുതിർന്ന് കയറി വരും. അപ്പോൾ ഇതിലോട്ട് ഞാനിനി ചോറൊക്കെ നന്നായി വെന്ത് കുറച്ച് നേരം ഞാൻ അടച്ചിട്ടിരുന്നല്ലോ, വെന്തിങ്ങനെ നന്നായിട്ട് നോക്കിയാണെങ്കിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ വറുത്ത ചിക്കനോട് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് മുട്ട ഫ്രൈ ചെയ്ത് ചേർക്കണമെങ്കിൽ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. എനിക്കിതിൻ്റെ അകത്ത് ഇച്ചിരി അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവർക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടില്ല. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ ഞാൻ അടച്ചിട്ടിട്ട് വൈകുന്നേരം രാത്രി കഴിക്കാൻ മതിയല്ലേ. അപ്പോൾ ഒരു കട്ടൻ കാപ്പി കുടിക്കണമെന്ന് തോന്നി. പിന്നെ ഞാനൊരു കട്ടൻ കാപ്പി ഇട്ട്. അപ്പം പോളിനും കട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞു. അവന് ചില സമയത്തൊക്കെ ഇഷ്ടം. അവൻ പറഞ്ഞത് കടിഞ്ചായ വേണമെന്ന്. അവന് അറിയത്തില്ലായിരുന്നു കടിഞ്ചായ. ഞമ്മടെ കടിഞ്ചായ എന്ന് പറഞ്ഞാൽ തേയില ഇട്ടാണ് ഉണ്ടാക്കുന്നത്. നിനക്ക് എന്നും പറഞ്ഞില്ല, നാട്ടിലത്തെ നമുക്ക് കുടിക്കത്തില്ല, അതാണ്. നേരെ എനിക്ക് മനസ്സിലായി കാപ്പിയായി പറയുന്നതെന്ന്. പിന്നെ കാപ്പി ഇട്ടിട്ട് ഞാനും അവനൂടെ കട്ടൻ കാപ്പി കുടിച്ച് ഡാഡിക്കും കൊടുത്തു. ഞാനത് കാപ്പി ഇട്ടിട്ട് അതൊന്ന് അരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇച്ചിരി പഞ്ചസാര ചേർത്തത്. കാപ്പിപ്പൊടിക്കകത്ത് തന്നെ പഞ്ചസാര ഇടുവാണെങ്കിൽ ഒത്തിരി ആ കാപ്പിപ്പൊടിക്കകത്തൂടെ മധുരം കയറത്തില്ല. അതുകൊണ്ട് ഞാൻ അരിച്ചിട്ട് പിന്നെ ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് അവനിച്ചിരി പഞ്ചസാര ഇച്ചിരി കൂടുതൽ വേണമായിരുന്നു. ഞാനൊരിച്ചിരി ഇട്ട് കട്ടൻ കാപ്പിക്കൊക്കെ ഇച്ചിരി മധുരം വേണം. ഞാൻ നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ദിവസവും നമ്മൾ കട്ടൻ കാപ്പി കുടിക്കും. ഇവിടെ വന്നേ പിന്നെ ഞാൻ നാട്ടിൽ നിന്നുള്ള കാപ്പിപ്പൊടിയെ കൊണ്ടുവരുന്നത്. ഇവിടെങ്ങും കിട്ടത്തില്ലല്ലോ നല്ല കാപ്പിപ്പൊടി, പുളിപ്പൻ പൊടിയല്ലേ കിട്ടും. അപ്പോൾ അത് ഇങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കും, ആവശ്യാനുസരണം എടുക്കും. പലപ്പോഴും നമുക്ക് കുടിക്കാനൊരു മനസ്സ് തോന്നില്ല, ഒരു തലവേദന വരും, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരിച്ചിരി കട്ടൻ കാപ്പി കിട്ടിയാൽ നല്ലതാണെന്ന് ചിന്തിക്കും. അങ്ങനെയുള്ള സമയത്തൊക്കെ എടുത്ത് അനത്തി കുടിക്കും. അപ്പം പിന്നെ രാത്രി ഞാൻ ഇവിടെ സാലഡ് വേണ്ട, അച്ചാറുണ്ടായിരുന്നു, അതുകൊണ്ട് സാലഡ് വേണ്ടാന്ന് പറഞ്ഞു പപ്പടവും ഉണ്ടാക്കി നമ്മുടെ റൈസ് ഇനി കൊടുക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.